വേണ്ടമ്മേ, ഞാൻ വരുമൊന്നുമില്ലേ. മോളെ ഓരോന്ന് വന്ന് കണ്ടോട്ടെ. എൻ്റെ മാമനെല്ലാം അറിയുന്ന ഫാമിലിയാ. ആ എന്താ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇനി നീ ഇങ്ങോട്ടൊന്നും പറയണ്ട. ശനിയാഴ്ച ഇവിടെ എത്തിക്കോളെ. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എനിക്കറിയാലോ. എന്തെന്നാടി? അമ്മക്ക് നാളെ ഞാൻ വീട്ടിലെത്തണം പോലും. ഓല് കാണാൻ വരുന്നുണ്ടെന്ന്. അല്ല, അതിന് നിനക്ക് പോയി കണ്ടൂടെ? എന്തിനി? അമ്മേനോട് ഞാൻ പറഞ്ഞില്ല എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന്. പിന്നെ അമ്മ ഇങ്ങനെ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കണ. അതിനെന്താടി എനിക്ക് പോയിട്ടൊന്ന് കാണുന്നേനെന്താ? എനിക്കിപ്പോൾ താല്പര്യമില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒരു ഉമ്മതാടി കിട്ടിനാ? അത് കിട്ടിയില്ലേ? ഒന്നുകൊടുത്താ പോയിട്ടായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ബൈ. എന്നാ പിന്നെ എനക്കോ നിങ്ങൾ തന്നെയേക്ക്. ഞാൻ എൻ്റെ ഓനല്ലേ കൊടുത്ത്. നിങ്ങൾക്ക് എന്താ? അല്ല, എനിക്കൊരു നല്ല ഉപ്പായ ഒന്നും കിട്ടിയിട്ടില്ല. ഈനെന്ന് പോയപ്പോ നല്ല മക്കളാന്ന് വെച്ചിട്ടാ ഞാളിത് വാടക അന്ന് ഈറ്റ രസമൊന്നും ഇട്ടിട്ട് ഇവിടെ നിൽക്കണ്ട. ഞാളെന്ത് ഡ്രസ്സ് ഉണ്ടെന്ന് ഞാളെ ഇഷ്ടം. നോക്ക്, ഗന്ധർമ്മനുള്ള പറമ്പായത്. ഈറ്റ രസമെല്ലാം ഇട്ടാണ്ടല്ലോ കൂടും. അല്ല ജാനുവടുത്തി, നിങ്ങൾ കണ്ടിക്ക ഗന്ധർവന? ഞാൻ കണ്ടിക്കില്ല. ഓരോത്ത ചീരുവെല്ലാം കണ്ടിക്ക്. ഇല്ല ഇമ്മയാ. എനിക്ക് കാറ്റാ ഓരോരോ അന്ധവിശ്വാസം. അതുങ്ങൾക്കങ്ങ് തിരിയൂ മോളെ. ഹലോ മോളെ, നാളെ ഇന്നക്കാണ് ഓല അങ്ങോട്ട് വരും. എൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അച്ഛാ, അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി. ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ഹലോ അച്ഛാ. ഹലോ എന്തെന്നാടി? എടി, അച്ഛൻ വിളിച്ചതാ. ഓ നാളെ കാണാൻ വരുന്നുണ്ടല്ലോ. ഇവിടെയോ? ഇവിടെ അല്ലടി, ടൗണില്. ആ, ബെസ്റ്റ്. നമുക്കൊന്ന് കാണണ്ടേ? കാണലൊന്നും നടക്കൂലടാ. എനിക്ക് 5th സെമസ്റ്റർ എക്സാമാ. എന്ത് 5th സെൻസ്? നീ എന്നാത്തിനാടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? കമ്പനിക്ക് ഞങ്ങളും വരില്ല നാളെ. അതല്ലടി, ഒരു പരിചയമില്ലാത്ത ആളെങ്ങനെ കാണാൻ പോവാ? നമുക്ക് എന്തായാലും പറ്റൂല. ഹലോ ഹലോ, എന്തായാലും ഇനി ഒരു ദിവസം കിട്ടൂലേ. അന്നേരം പിന്നെ ഇതേപോലെ കണ്ടു വരൂലേ. ഇനി ഓൻ്റെ പേരും അഡ്രസ്സും എടുക്ക്. ഓൻ ഏതോനാ എങ്ങനത്തോനാന്നുള്ള എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ അതിൽ എടുത്തിരും. ആ ഏണേ, ഇനി ഓൻ്റെ പേരും അഡ്രസ്സും എടുക്ക്. ഓൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ അതിലോട്ട് എടുത്തരും. അതൊന്നും അച്ഛൻ പറഞ്ഞാൽ നിൽക്കില്ല. അവൻ്റെ പേര് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഫേസ്ബുക്കിലൊന്ന് നോക്കായിരുന്നു. നീ ഒന്ന് മമ്മീൻ്റെ ചോദിച്ചു നോക്ക് പേര്. ആ ബെസ്റ്റ്. ഞാനിപ്പോൾ എൻ്റെ പേരും കൂടി വിളിച്ചു ചോദിച്ചാൽ ഓൻ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പിട്ട് എൻ്റെ അമ്മ കല്യാണം ഉറപ്പിക്കും. ദ മോസ്റ്റ് കോമൺ ടെക്നിക്കൽ. ഇനി എന്താണ് കോഴി തൂക്കുന്നതിൻ്റെ അടുത്ത് തൂക്കുന്നേ? അങ്ങ് പഠിച്ചൂട്. അവൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ട ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ ധൈര്യം വേണം. ഇനി എന്തെന്നാണേ പറയുന്നേ? പേരും അഡ്രസ്സും അറിയാത്തൊരു തന്റെ ഡീറ്റെയിൽസ് എങ്ങനെ എടുക്കാനാ? ഓജോ ബോർഡ്. എന്ത് ഓജോ ബോർഡാ? ആടി, ഞങ്ങൾ +2 പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് ഈ ഓജോ ബോർഡ് കളിക്കലുണ്ടായിരുന്നു. കൊല്ലപ്പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് അടക്കം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആര്? പ്രേതം. അയ്യേ പുളു. പുളു ഒന്നല്ല മോളെ. എൻ്റെ അല്ലിന് ഇങ്ങനെ കള്ളത്രം പറയാറ്. കള്ളത്ര ഒന്നല്ല, ഞങ്ങൾ വിളിക്കാറൊക്കെ ഉണ്ട്. എന്നാ പിന്നെ എന്റെ പ്രേതത്തിനോട് ചോദിക്കേ, നാളെ അവളെ കാണുമെന്ന ചെക്കൻ്റെ പേരെന്നാണ്. ആ, ഞാൻ ചോദിക്കും. നീ പറഞ്ഞാൽ ശരിയാണെങ്കിൽ എനിക്ക് ഒരാഴ്ച ഞാൻ മന്തി വാങ്ങി തരും. കാണിച്ചു തരാം. നിന്റെ ചെക്കൻ്റെ പേര് ഞാൻ ഇന്ന് രാത്രി തന്നെ പറഞ്ഞുതരാം. കുഞ്ഞാ, ഇവിടെ നല്ല തണുപ്പാ. ഞാൻ പുതപ്പിന്റെ ഉള്ളിലാടാ. എന്ത് നടി? ഇനി ഇവിടെ ശൃംഗരിച്ചിരുന്നോ? ഇനി ഓരോന്ന് പറഞ്ഞ് മൂപ്പിച്ചിട്ട് ഓളെ തമ്മ എഴുതിരെല്ലാം കത്തിച്ചിട്ട് ഇരിക്കുന്നു. കുഞ്ഞാ, ഞാനിപ്പോ വിളിക്കാം. എണീറ്റ് വാടി. എന്നാലേ വരൂ. ഒച്ച ഉണ്ടാക്കാൻ പാടില്ല. ഇവിടെ വന്നിരിക്കും, എന്നാലും വല്ല കാര്യം ഉണ്ടാകും. ബാണേ, നമുക്ക് നോക്കാലോ പ്രേതം വരുവോ ഇല്ലയോ.
God Spirit, please come. God Spirit, please come. God Spirit, please come. God Spirit, please come. God Spirit. ഇത് കുറേ നേരമായല്ലോ, നിങ്ങൾ വരുവാ. God Spirit, please come. ഇന്നെങ്കാ വരുവാ മോളെ. God Spirit, please come. God Spirit, please come. ഇവിടെ വന്ന് എന്തെന്നാടി വാണേ ഇവക്ക് പെരാന്ത. എന്തെന്നാ ഇത് മനുഷ്യരുടെ റങ്കാക്കിട്ട് പോയി കളയുന്നേ. ഓക്ക് പെരാന്ത ബേബി, മെഴുകുതിരെല്ലാം കത്തിച്ച് കൊത്തിരിക്കുന്നുണ്ട് ബാക്കിയിട്ടല്ലോ. മന്തി വാങ്ങി തരുന്നതല്ലേ നീ തട്ടിക്കളഞ്ഞേ? മന്തിയാ? എന്ത് മന്തി? പോണേ ഇനി എന്റെ നാടകം കണ്ടോണ്ടിരിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ തട്ടിക്കളഞ്ഞ. മതി, ഇനി നിന്റെ പേരിൽ അടി വേണ്ട. നിന്റെ ചെക്കന്റെ പേര് ഞാൻ പറഞ്ഞു തന്നെ ഇവളെ കൊളാക്കി. സാരയില്ലടി. എന്നാ പിന്നെ എനിക്ക് ഒന്നുകൂടെ അങ്ങ് വിളിക്കറാ പ്രേയത്തിനാ. ഇന്ന് ഇനി വിളിച്ച വരില്ല. ആന്താ ഇഞ്ച പ്രേതം പണങ്ങി പോയതാ? പറ അതുലേട്ടാ. ഞാൻ എന്ത് പറയാനാ, എൻ്റെ റങ്കം പോയി. ഇനി ഒന്ന് പോടി. അടുക്കളയിൽ പൂച്ച ഇരിക്കുന്നു, ഒന്ന് ചെന്നോക്ക്. എനിക്ക് പോയെന്താ, ഞാൻ പഠിക്കുന്നാണില്ലേ? നീ ഫോണിൽ കുത്തുന്നല്ലേ? എന്തെന്നാടി? നീ ജാനടുത്തിന് വിളിക്ക്. എന്നാണ് കണ്ട എന്നാ പറ്റിയ മക്കളെ ബാതിലോർക്ക് ഞാനാ ജാനുവാ. എന്തെന്നാ നിങ്ങൾ കണ്ട്? ഞാൻ അടുക്കളയിൽ പോയിരുന്നു. അടുക്കളന്റെ ഭാഗത്ത് ആരും എടാ വയ്യാപ്രാ. നിങ്ങൾ കണ്ട ചെറുപ്പക്കാരനെയാ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ പേടിച്ചിട്ട് ഓടിയതല്ലേ. ഓനെ കണ്ടേരം പാലപ്പൂവിന്റെ മണം ഉണ്ടേനോ ആടാ? അമ്മേ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞ പിള്ളേരെ പേടിപ്പിക്കണ്ട. അത്തൊക്കെയല്ലേ രാജുവിൻ്റെ പുര ബംഗാളിയൊക്കെ വാടക കുറിച്ച്. ഇനി പയറ്റുങ്ങളായിട്ടായിരിക്കുമോ? അങ്കിൾ കണ്ടിട്ട് മലയാളീൻ്റെ തൊട്ടാ തോന്നുന്നത്. ഇന്നലെ നേരത്തെ പറഞ്ഞ ഞാൻ നല്ലോണം കണ്ടിക്കില്ല എന്ന്. മക്കൾ വാതിലടിച്ച് കിടന്നോ? വന്നിയോലെന്തായാലും പോയിക്കുണ്ടാവും. ഞാൻ ഉറങ്ങും ഒരു 10-12 മണിയാവും. ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നു നോക്കും. ശരി അങ്കിൾ. വാമ്മേ. എന്തിനമ്മേ ഗന്ധർബ എന്നെല്ലാം പറഞ്ഞ പിള്ളേരെ മാണ്ടാണ്ട് പേടിപ്പിക്കുന്നത്? ഞാൻ എന്താ ഇല്ലാത്തതാറ്റാ പറഞ്ഞ്? അതാരടി? അതേതോ വായി നോക്കി അതുലേട്ടാ. ഞാനങ്ങോട്ട് വരണ? ഇപ്പൊ എങ്ങനെ വരാനാ? എടി, എനിക്ക് ആലോചിച്ചിട്ട് കയ്യും കാലും വിറക്കുന്നു. എടി നാരായണ എല്ലാ സ്ഥലത്ത് നോക്കിയതല്ലേ, അവൻ അപ്പം തന്നെ പോയിട്ടുണ്ടാവും. എൻ്റെ മുത്തല്ലേ ഒരു മത. ഇപ്പം തരാൻ പറ്റൂല. എടി, ജാനു എടുത്ത് ചോദിച്ചില്ലായിരുന്നോ പാലപ്പൂവിൻ്റെ മണം ഉണ്ടോന്ന്? ഓനെ കണ്ടെടുത്ത് അങ്ങനെ എന്തോ ഒരു മണം ഉണ്ടായിരുന്നു. ഓലക്ക മാഹിന്ന് ഏതോ കൂതറ സാധനം അടിച്ച് വന്ന ബംഗാളിയായിട്ടായിരിക്കും. കിടന്നുറങ്ങാൻ നോക്ക് രണ്ടും. പറ കുഞ്ഞ. ഈ ടീമൊക്കൊന്നും ഉറക്കൂല്ലേ? ആദ്യം നീ നിന്റെ പുതപ്പിന്റെ ഉള്ളിൽ സൊള്ളരായി നിർത്ത്. ഞങ്ങൾക്ക് ഉറങ്ങണ്ട. ഒരു മിനിറ്റേ കുഞ്ഞ. ഞാനൊന്നും കേൾക്കുന്നില്ല എന്ന് വിചാരിക്കണ്ട. എന്തെല്ലാം വൃത്തിയാടാ നീ പറയുന്നേ? എനിക്കെന്താ, ഞാൻ എൻ്റെ ചെക്കനോടല്ലേ പറയുന്നേ, ലേശം ഉളുപ്പ് വേണം ഒളിഞ്ഞു വെക്കാൻ. ഉളുപ്പ് വേണ്ട, ഞങ്ങൾക്കല്ലേ എനിക്കാ. മതി നിർത്ത്, രണ്ടുപേരും അടി വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞല്ലേ രാത്രി 11 മണിക്ക് ഫോൺ വിളിക്കരുതെന്ന്. എനിക്ക് വിളിക്കണമെങ്കിൽ അപ്പുറത്ത് റൂമുണ്ട്, അവിടെ പോയി വിളിക്ക്.
ദിവസമായി ഫോണിൽ കൂടെ തന്നെ എനക്കൊന്ന് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. എനിക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ. കുഞ്ഞ ഇപ്പം വരാൻ നടക്കൂല. ഓലെല്ലാം ഇപ്പം വരാന്നല്ല പൊട്ടത്തി പറഞ്ഞേ. ഇനി ഒരു ദിവസം ക്ലാസ് ലീവാക്കി ഓലെല്ലാം പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം എക്സാം അല്ലേ കുഞ്ഞ, അന്നേരം എങ്ങനെ ലീവാക്കുക? എനിക്ക് ഞാൻ കാണണം. എന്നാ നാളെ വരുവാ. നാളെയാ? നാളെ വരൂ. ഞാൻ കടന്നില്ല. പിന്നെ ഏത് കളർ ഡ്രസ്സായിട്ട്? ഞാൻ നീല. തന്നെ ഇഞ്ചി അതിലായിട്ട് ഷർട്ടൊന്നും ഇട്ടിക്കില്ല. അതിലോട്ടേക്ക് പേടിയുള്ള ഞാൻ പുതപ്പിനുള്ളിൽ. ഞാനും പതിപ്പിൻ്റെ ഉള്ളിൽ. നമ്മള് രണ്ടാളും പുതപ്പിനുള്ളിലല്ലേ? എന്തെന്നാടി എന്തെന്നാ എടി എന്നാടി എന്നാടി എന്നാ എന്നാ വെള്ളം കുടിക്കേ. എന്നാ 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 വേണ്ട. എന്നാ കുഞ്ഞ ഒരു മിനിറ്റ്. അവിടെ ആരോ എവിടാ കണ്ട്. എവിടെയുണ്ട്? അവിടെ ബെഡിന്റെ അടുത്ത്. ഓരോ സ്വപ്നം കണ്ടിട്ട് ബാക്കിയുള്ളവർ ഇടങ്ങാറൊക്കെ. കുഞ്ഞ ഓളെന്തോ സ്വപ്നം കണ്ടു. ആ കുരിപ്പിന് സ്വപ്നം കാണാൻ വേണ്ട നേരം. എടി ഞാൻ കണ്ടടി ആരോ അവിടെ. ഞാൻ ബെഡിന്റെ സൈഡിൽ ആരോ ഞാൻ കണ്ട്. എന്ത് കണ്ടേ? നേരത്തെ ഇവള് ഒരുത്തനെ കണ്ടിക്കില്ലേ? അതും വിചാരിച്ച് നീ കിടന്നോണ്ട് ഇങ്ങനെ കാണുന്നേ. ഓരോ സ്വപ്നവും കണ്ടിട്ട്. സ്വപ്നം ഒന്നല്ല, ഞാൻ കണ്ടതാ. ഒലക്ക, ഞാൻ പുറത്തന്നെ ഇല്ലേ, പിന്നെ ആര് വരുവാനാ? എടി മാതാവാണ് സത്യടി. ഞാൻ ഉറക്കം ഞെട്ടിയപ്പോഴെ കണ്ടേ. ഞാൻ അപ്പുറത്തുണ്ട്. രണ്ടും കൂടി കിടന്നുറങ്ങാൻ നോക്ക്. എടി നീ ഒന്ന് ഇവിടെ കിടക്കുവോ? ഞാൻ ഫോണെല്ലാം ചെയ്യും. ഇവിടെ ഓരോരുത്തർക്ക് ബുദ്ധിമുട്ടല്ലേ. അതൊന്നും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം. കുഞ്ഞ ഞാൻ റൂമിലാന്നേ ഉള്ളേ. റൂമിലാ? ഞാൻ അപ്പുറത്ത് റൂം പോട്, നമുക്ക് പ്രൈവസി വേണ്ടേ? ഇവർക്ക് പേടിയാന്നോളൂ. ഞാൻ കിടക്കാം, പക്ഷെ എനക്കൊരു ബെഡ് ഒറ്റക്ക് വേണം. ആ ഇനി എന്തെങ്കിലും ആക്കി വിടും. ഈ തലക്കാണി എടി കൊണ്ടുവന്ന് ഇതും എനക്ക് വേണോ? അങ്ങോട്ട് ഇതൊരു സാധന. കുഞ്ഞ മെല്ലെയാണേ സംസാരിക്കോ. അതിനെന്താ മുത്തേ, മെല്ലെ പറയുമ്പോ എനക്കൊന്നും ഇടറങ്ങാവും. ഇനി ശരിക്ക് കണ്ടുക്കോ. ആടി ഞാൻ കണ്ടതാ. എടി ഇനി പിഞ്ഞും ഞാനും കണ്ട ഒരാളെ ആയിരിക്കോ? അല്ലടി നീ കണ്ട ആളെങ്ങനെയായിനു? എന്തോ ഒരു ഭയങ്കര തിളക്കണ്ടേനു അവന്റെ കണ്ണില്. എന്റെ മുത്തല്ലേ, ഫോണിലൂടെ ഇങ്ങോട്ട് വാ. ഞാൻ അങ്ങോട്ട് വരൂല്ലേ കുഞ്ഞ്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ ഇതാ വന്ന് ചടുത്തായിപ്പോ കിടക്കുന്നത്. എടി എനിക്കും അങ്ങനെ തോന്നിക്ക്. ഗന്ധർവൻ തന്നെയായിരിക്കും. എടി എനക്കും തോന്നുന്നു ഇനിയിപ്പോ ഇത് ഗന്ധർവൻ തന്നെയായിരിക്കും. ഏത് ഗന്ധർവേ? പിന്നെ എന്റെ റങ്ക് പോയി. എടി നമുക്ക് വീട് മാറാം. ഞാൻ ഐറ്റിങ്ങളോട് ചിലക്കാണ്ട് കുത്തിന് കിടന്നുറങ്ങാൻ പറയാം. നോക്ക്, ഞാൻ അപ്പുറത്ത് പോവേ. ഞങ്ങൾക്ക് പ്രൈവസി എല്ലാം വേണം. കൊണാന്ന് കൊണച്ചോണ്ടിരിക്കുന്നു. ഞാനിപ്പോ അടുത്താതേ ഉള്ളേ, എന്നിട്ട് നോക്കുക. അനീഷ് മോഹനാ? അതാരാ? അലി, ഇതാരാടി അനീഷ് മോഹൻ? അനീഷ് മോഹൻ. ആ ഇതാ മൂങ്ങനെ പരിപാടി. അതിനുള്ളത് അതുലേട്ടനല്ലേ? എനക്കറിയില്ലേ മോളെ, അവള് 3 മാസം ഒരാളെ നോക്കൂന്ന്. ഇതേതെങ്കിലും പുതിയ ആളായി. അതാ അവളിപ്പോ കുഞ്ഞാന്ന് വിളിക്കുന്നല്ലേ? നമുക്ക് തിരിയാണ്ടിരിക്കാനായിരിക്കും. ആയിരിക്കും. ഡേ ആരേ അനീഷ് മോഹൻ?
ആര്? അപ്പൊ നീ അതിലേടനെ തേച്ച്. നീ പോണേയായിരുന്നു. ഇതാരാ ടോയ്ലറ്റിൽ പോയേ? ജാനു എടുത്ത് ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? പിട്ടും കടലേ. ഇന്നലെയും പിട്ടല്ലേ? ഇന്നലെ പിട്ടും ചെറുവാരും അല്ലേ? മെഞ്ഞാന്ന് പിട്ടന്നല്ലേനാ? മെഞ്ഞാന്ന് പിട്ടും പപ്പടും അല്ലേ? ജാനു എടുത്തേ ഡെയിലി പിട്ടാണ് ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. മോളെ ഇന്ന് നാരായണൻ ടൗണിൽ പോകുന്നുണ്ട്. നാളെ നമുക്ക് ഉഷാറാക്കാലോ. നാളെ പിട്ടാണ് ഞങ്ങൾക്ക് വേണ്ട. ഇന്നലെ നാരായണൻ 12 മണി വരെ ഇവിടെ കാവലേനു മക്കളെ. ജാനു എടുത്തി ഇന്നലെ രാത്രി ഇവളും എടുത്തനെ കണ്ടിക്ക്. ആരെ? ഞാൻ ഉറങ്ങുന്നേരോ ഒരുത്തനെ നോക്കി ചിരിക്കുന്നു. എന്നിട്ടോ ഇവിടെ കൂക്കിയിട്ടിട്ട് ഇന്നലെ രാത്രി ഞാനും എണീറ്റേ. ഇനി ഉറക്കത്ത് കണ്ടു വന്നല്ലാലോ? അല്ല ജാനു എടുത്ത് ഞാൻ കണ്ടതാ. നിങ്ങൾ രണ്ടാളും കണ്ട് ഒരുത്തറിയാണാ? അറിയില്ല. നിങ്ങൾ രണ്ടാളും കണ്ട് ഒരുത്തറിയാണെങ്കിൽ സൂക്ഷിക്കണം മക്കളെ. അതെന്താ? ഗന്ധർവനായിരിക്കും. ആടി വരുന്നേ. ആ ശരി, ഞാൻ 3 മണിക്ക് വരാം. എടി എന്നെ കാണാൻ വരുന്നോ വിളിച്ചിക്ക്. ഇന്ന് കോട്ടയച്ചല്ലേ. അതിനെന്താ നമുക്ക് പോവാലോ? എടി എനിക്ക് ഓനെ കാണുന്ന ആലോചിച്ചിട്ട് കയ്യും കാലും വറക്കുന്നു. എത്ര മണിക്കാ? വൈകുന്നേരം 3 മണിക്ക്. എടി നമുക്ക് വീട് മാറിയാലോ? എന്തിനു? എടി പറമ്പിൽ ഗന്ധർവന്മാരുണ്ട് എന്നാ ജാനു എടുത്ത് പറഞ്ഞ. എടി അത് ജാനോടുത്ത് നമ്മൾ ഓടിക്കാൻ വേണ്ടി പറയുന്നയാ. അപ്പുറത്തെ വീട്ടിലെ സുമേഷ് ചോദിച്ചിക്കല്ലോ, ഈ വീട്ടിൽ ആരോ റിലീസിനാരോ ചോദിച്ചിരിക്കുന്നു. എന്നാലും എനിക്ക് എന്തൊക്കെ ഒരു പേടി വന്നടി. ഇന്നിപ്പോ 4ാമത്തെ തവണയോട് പോകുന്നു. എടി ഞാൻ ഓനെ കണ്ടടി. ആരാ? എടി ഇന്നലെ അടുക്കളേൻ്റെ അടുക്ക് വന്നിക്കില്ലേ ഓയെ. നീ വാടി, ഫോൺ എടുക്ക്, നമുക്ക് ഇന്നോനെ ഇറക്കേറ്റാ. വാ എടി ഇനി കണ്ടേ. ഇനി ഇവിടെയാണേ കണ്ടേ. അമ്മ അടുത്തിൻ്റെ എടുക്കാ എന്നോ പോയിട്ടുണ്ടാവും. എണേ ഓനാന്ന് തോന്നുന്നു വിളിക്കുന്നേ. ഇനി എടുക്ക്, അതിനെല്ലാം ഇങ്ങോട്ട് വന്ന്. ഹലോ, ഞാനിതാ കോട്ടയിലുണ്ട്. കോട്ടയൻ്റെ എൻഡിലായിട്ടാ. എടി ഓൻ വരുന്നുണ്ട്, എനിക്ക് ടെൻഷൻ ആവുന്നേ. ഇനി എന്തിനാണേ പേടിക്കുന്നത്? ഞാളില്ലേ? അത്ഭുതം. എണീ ഏതോ ഒരുത്തൻ വരുന്നുണ്ട്. ഇനി ഓനാറ്റാ? അത് മെളിക്കറപ്പാറ്റായിരിക്കും. ഒരു ലുക്ക് ഉണ്ട്, അറിഞ്ഞൂടെ? സോനെ ഇവനായിരിക്കില്ലേ ഭഗവാനെ. ഹലോ, ചിത്രയല്ലേ? ഇതെന്റെ ഫ്രണ്ട്സാ. ഹായ്. ഇത് ആരോഹി, ഇത് അലീന. മൈസെൽഫ് അനീഷ് മോഹൻ. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞങ്ങളപ്പുറത്ത് അവിടെ ഉണ്ടോ? കുറേ നേരമായോ വന്നിട്ട്? ഇല്ല, കുറച്ച് സമയമുള്ളൂ. കള്ളത്തി ഓക്ക് പേര് നേരത്തെ അറിയേൻ. എടി ഓക്ക് പേരൊന്നും അറിയില്ല. പിന്നെ കണ്ണാടിയിലാരോ എഴുതിയേ? അതെ ഞാനും ആലോചിക്കുന്നത്. എന്നാ ഞാൻ പോയിക്കോട്ടെ. എന്താ ഇത്ര തിരക്ക്? എക്സാമാ, പഠിക്കാനുണ്ട്. ശരി. ദുഷ്ടത്തിയോളെ പറ്റിച്ചല്ലേ, ഒറ്റക്കാക്കിയിട്ട് വന്നേ. നീ പോണേ. ചെക്കൻ്റെ പേര് കണ്ണാടിയിൽ എഴുതിയിട്ട് ഞാളെ പറ്റിക്കുന്നു. നീ എന്നാ പറയുന്നേ? എനിക്ക് എൻ്റെ പേര് അറിയാവാ? ഞാൻ സിംഗ എഴുതിയെന്നാ. പിന്നെ ആരാൾക്ക് എഴുതിയേ? ഇനിയിപ്പോ ഞാൻ ഇന്നലെ വിളിച്ച പ്രേതം പോയിക്കില്ലേ? അതിന് ഇനി വിളിച്ചത് പ്രേതം വന്നിക്കാ? വന്നേരല്ലേ ഇവള് തട്ടിക്കളഞ്ഞേ. ഇനി എന്നാണ് പറയുന്നേ? എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മളെ വീട്ടിലെന്തോ പ്രശ്നമുണ്ട്.